തൃശൂരിൽ ഭർത്തൃവീട്ടിൽ യുവതിയുടെ മരണം കൊലപാതകം. തൃശൂർ വെങ്ങണിശ്ശേരി സ്വദേശിയായ 30-കാരി ഉണ്ണിമായയാണ് മരിച്ചത്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാംപ്രസാദ്, ഇത് കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? മോത്തി, ഇന്ന് രാവിലെ 8:30 ഈ സംഭവം നടക്കുന്നത്. വെങ്ങണിശ്ശേരി സ്വദേശി ഉണ്ണിമായെ അവിടിശ്ശേരി സ്വദേശിയായിട്ടുള്ള ശിവപ്രസാദാണ് കൊലപ്പെടുത്തിയത്. ശിവപ്രസാദിന്റെ വീട്ടിൽ വെച്ച് ഈ ഉണ്ണിമായ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. ഇരുവരും തമ്മിൽ നേരത്തെയും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊരു 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ജോലിക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അമ്മ മകളെ ഭക്ഷണം കഴിക്കുവാനായിട്ട് വിളിച്ചിരുന്നു. ആ സമയത്ത് മുകളിലേക്ക് റൂമിലേക്ക് കയറിപ്പോയതാണ്. അതിനുശേഷം പിന്നീട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശിവപ്രസാദാണ്. പുറത്തേക്ക് വന്ന ശേഷം അവളെ കൊലപ്പെടുത്തി എന്ന കാര്യം അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അമ്മ ഓടി അകത്ത് ചെന്ന് നോക്കുമ്പോൾ അനക്കമില്ലാത്ത ഉണ്ണിമായയാണ് കാണുന്നത്. തുടർന്ന് പുറത്തേക്കിറങ്ങി ബഹളം വെച്ച് നാട്ടുകാരെ ഓടിക്കൂടുകയായിരുന്നു. ആ ഘട്ടത്തിൽ നാട്ടുകാരെ വീട്ടിലേക്ക് കയറ്റാൻ ശിവപ്രസാദ് തയ്യാറായില്ല. പിന്നീട് അല്പനിമിഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ശിവപ്രസാദ് അവിടെ നിന്നും മാറുന്നത്. അങ്ങനെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ അമ്മയും ചേർന്ന് അനക്കമില്ലാത്ത ഉണ്ണിമായയെ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഉണ്ണിമായുടെ കഴുത്തിൽ പാടുകളുണ്ട്. എന്തായാലും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശിവപ്രസാദ് ഈ സംഭവശേഷം മറ്റൊരു വക്കീലിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയ്യന്തോൾ വെച്ചാണ് ശിവപ്രസാദിനെ പോലീസ് പിടികൂടുന്നത്. നെടുപുഴ പോലീസാണ് നിലവിൽ ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുള്ളതും അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതും. ഇപ്പോൾ ശിവപ്രസാദ് നെടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വൈകാതെ തന്നെ ശിവപ്രസാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും.